നമ്മൾ കേരള പി എസ് സിക്ക് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55 അല്ലെങ്കിൽ 78 അല്ലെങ്കിൽ ഏതൊരു നമ്പർ. അപ്പോൾ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുക ആണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+1/2 ആണ് അല്ലേ. അതെന്താണ്? സമ്മാണ്. ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 55. അപ്പോൾ നമുക്ക് തുക ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് n × n+1/2 = 55 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇതിന്ന് n ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ n ഫൈൻഡ് ഔട്ട് ചെയ്യുക? n × n+1/2 n = 55 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 0 ബാക്കി 1 10 11 110 വരും. സോ ഏതൊക്കെയോ രണ്ട് എടുത്തടുത്ത് കിടക്കുന്ന സംഖ്യ അല്ലേ. എന്നുണ്ട്, എന്നിനോട് ഒന്ന് കൂട്ടിയ നമ്പറുണ്ട്. ഏതൊക്കെയോ രണ്ട് എടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 110 വന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സംഖ്യ? സോ സപ്പോസ് n 10 ആണെങ്കിൽ എന്നിനോട് ഒന്ന് കൂട്ടിയത് 11. സോ 10 × 11 = 110. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ n+1 അല്ല. സോ n = 10. നമ്മുടെ ആൻസർ n = 10. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയിലെ തുകയാണ് 55. അതുപോലെ തന്നെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയിലെ തുകയാണ് 78 എന്നെങ്ങനെ സോൾവ് ചെയ്യുക? n × n+1/2 = 78. സമ്മ് തന്നിട്ടുണ്ട്. എത്ര എണ്ണൽ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കണം. സോ n × n+1 = 78 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ബാക്കി 1 14 3 15 156 എന്ന് വരും. സോ ഏതൊക്കെയോ അടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 156 കിട്ടി. അപ്പോൾ 156 കിട്ടിയാൽ നമുക്ക് ആദ്യം ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏതാണ് രണ്ട് സംഖ്യകളെന്ന്? അപ്പോൾ നമുക്ക് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യണം 12 × 12 = നമുക്കറിയാം 144 ആണ്. അതുപോലെ തന്നെ 13 × 13 = 169 ആണ്. സോ നമ്മുടെ നമ്പർ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കിടക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ n × n+1 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 12 × 13 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 156 കറക്റ്റായി കിട്ടും. 156 അല്ലേ. അതെ. സോ നമ്മുടെ n എവിടെയാണ്? n = 12. n എത്രയാണ്? 12. n = 12 എന്ന് വരും.